നമസ്കാരം. അന്തം ഈ പാഠശാലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന ഫയർമാൻ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. ക്വസ്റ്റ്യൻ കോഡയാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും അവർ വിപ്ലവം നയിച്ച സ്ഥലങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെല്ലാം എന്നാണ്. രണ്ടാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. 3, കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത ഏതാണ്. ഓപ്ഷൻ ഡി ആണ്. ബേപ്പൂർ മുതൽ തിരൂർ വരെ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. നാലാമത്തെ ചോദ്യം, ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരെയാണ്. 4, ഓപ്ഷൻ ബി ആണ്. ടി പ്രകാശമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 5, ഓപ്ഷൻ ഡി ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആറാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്. ആറാമത്തെ ഉത്തരം ഓപ്ഷൻ സി പോർച്ചുഗീസ് ആണ്. 7, അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്നത് ഏതെല്ലാം വാചകങ്ങളാണ് ശരിയായിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ ബി ആണ് ശരി. 1ഉം 2ഉമാണ് ശരി. എട്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ തിരഞ്ഞെടുക്കുക. എട്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉമാണ്. സൗരോർജ്ജവും ജൈവ താപോർജ്ജവുമാണ് ശരി. ഒൻപതാമത്തെ ചോദ്യം, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിലെ പ്രധാന ജലപാത ഏത്. ഓപ്ഷൻ സി NW3 നാഷണൽ വാട്ടർവേ 3 ആണ്. പത്താമത്തെ ചോദ്യം, മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ. ഓപ്ഷൻ എ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് ശരിയായ ഉത്തരം. 11ാമത്തെ ചോദ്യം, ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോടുകൂടിയ കൊടുങ്കാറ്റ്. 11ന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നോർവെസ്റ്റർ ആണ്. 12, ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരം. 12ന്റെ ഉത്തരം ബി ആണ്. കൊൽക്കത്ത. 13, ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത്. 13 ഓപ്ഷൻ സി ബജറ്റ് ലൈനും നിസ്സംഗത വക്രവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ. 14, ആസ്തികളിൽ ഏറ്റവും ലിക്വിഡായ രൂപം. 14ന്റെ ഉത്തരം ഓപ്ഷൻ സി പണമാണ്. 15, ഒരു വ്യക്തിയുടെ വരുമാനം ഇതിൽ ഏതാണ്. 15ന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം, അതായത് 0, പോസിറ്റീവ്, നെഗറ്റീവ്, ഇവയെല്ലാം ഒരു വ്യക്തിയുടെ വരുമാനമാണ്. അടുത്തത് 16ാമത്തെ ചോദ്യം, ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ് ഏതാണ്. 16ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഡിറൈവ്ഡ് ഡിമാൻഡാണ്. ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ഡിറൈവ്ഡ് ഡിമാൻഡാണ് ശരിയായ ഉത്തരം. 17ാമത്തെ ചോദ്യം, കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ. 17ന്റെ ഉത്തരം ഓപ്ഷൻ സി ബാങ്ക് നിരക്കാണ്. 18, ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്നത്. 18 ഓപ്ഷൻ സി വീട്ടമ്മമാരുടെ സേവനം. 19, ചുവട് ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്. 19ന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അതായത് 1 and 2 ആണ് ഒഴിവാക്കുന്നത്. ചുവട് ചേർക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. 20, 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്. 20ാമത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അതായത് 1 and 2 ആണ് ശരിയായ ഉത്തരം. 1ഉം 2ഉമാണ്. അടുത്തത് 21ാമത്തെ ചോദ്യം, ചുവടെ ചേർക്കുന്ന പ്രസ്താവനയിൽ ശരി ഏത്. 21 ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് ശരി. 22, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്. 22 ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ്. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും ഇതുപോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കാം. അടുത്ത 23, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരി ഏത്. 23 ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായ ഉത്തരം. 24ാമത്തെ ചോദ്യം, ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്. 24 ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ്. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാറില്ല. അപ്പോൾ അത് 2ഉമാണ് ശരിയായ ഉത്തരം. 24 ഓപ്ഷൻ ബി. അടുത്തത് 25, ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്. 25 ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ്. ഇനി 26, റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്. ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് ശരിയായ ഉത്തരം. അടുത്തത് 27, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ചോദ്യം. 27 ഓപ്ഷൻ ഡി ആണ്. ഓൾ ദ എബോവ്, അതായത് 1, 2 and 3 3ഉം ശരിയാണെന്നാണ് പറയുന്നത്. 28, ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്. 28ന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം
3 ശരിയായ ഉത്തരം. 29 കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 29 ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരി. അടുത്തത് 30ാമത്തെ ചോദ്യം. കേരള ഭരണകൂടവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 30ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓൾ ദ എബോവ് 1, 2 and 3 3ഉം ശരിയാണെന്നാണ് പറയുന്നത്. 31 താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത്? 31 ഓപ്ഷൻ ഡി ആണ് ശരി. ഓൾ ദ എബോവ് 1, 2 and 3 ശരിയാണ്. 32 മനുഷ്യഹൃദയത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? 32 ഓപ്ഷൻ എ ആണ് ശരിയെന്നാണ് പറയുന്നത്. അടുത്തത് 33 വിലയേറിയ സമയം പാഴാക്കരുത് എന്ന സന്ദേശം ബന്ധപ്പെട്ടിരിക്കുന്നത് 33 ഓപ്ഷൻ ബി ആണ്. 2021 ലോക പക്ഷാഘാത ദിന സന്ദേശമാണ് 33. 34 താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വൈറസ് രോഗം? 34 ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 35 2021 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം എന്തിനാണ് ലഭിച്ചത്? 35ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ചൂടും സ്പർശനവും വേദനയും തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് നാഡീവ്യൂഹത്തിലെ സ്വീകരണികളെക്കുറിച്ചുള്ള പഠനത്തിനാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 36 തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം B1 ആണ്. 36 ഓപ്ഷൻ ഡി ആണ്. അടുത്ത 37 എന്താണ് യൂട്രോഫിക്കേഷൻ? 37 ഓപ്ഷൻ എ ആണ്. ജലാശയങ്ങളിൽ പോഷക ഘടകങ്ങൾ വർദ്ധിക്കുകയാണ്. 37 യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജലാശയങ്ങളിൽ പോഷക ഘടകങ്ങൾ വർദ്ധിക്കുകയാണ്. ഓപ്ഷൻ എ ആണ് 37ൻ്റെ ഉത്തരം. 38 ഒരു വസ്തുവിനെ നിശ്ചലമായി നിലനിർത്തുന്ന ഒരു ശക്തിയാണ് സ്ഥിതകർഷണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 38ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അതായത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് 4ആണ് ശരിയായ ഉത്തരം. 39 ഗുരുത്വ ത്വരണത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 39 ഓപ്ഷൻ സി ആണ്. അതായത് 2ഉം 4ഉമാണ് ശരിയായ ഉത്തരം. 40 പ്രകാശ വൈദ്യുത പ്രഭാവവുമായി ചേരാത്ത പ്രസ്താവന കണ്ടെത്തുക. 40ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 4ആണ്. ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജം പ്രകാശ തീവ്രതയ്ക്ക് വിപരീത അനുപാതത്തിലായിരിക്കും. ഓപ്ഷൻ സി എന്ന് പറയുന്നത് 4ആണ് ശരിയായ ഉത്തരം. 40ൻ്റേത്. 41 2022 ഊർജ്ജതന്ത്രത്തിൽ നോബൽ പ്രൈസ് നേടിയത് ഏത് ഊർജ്ജതന്ത്ര ഗവേഷണത്തിനായിരുന്നു? 41 ഓപ്ഷൻ എ ക്വാണ്ടം മെക്കാനിക്സ്. 42 ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ള ഏത് മൂലകത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ ഇരുട്ടിലുള്ള തിളക്കം മൂലമാണ്? 42 ഓപ്ഷൻ ബി ഫോസ്ഫറസ് ആണ്. 43 ലൂയിസ് സിദ്ധാന്തപ്രകാരം ആസിഡ് ആയിട്ടുള്ളത്? 43 ഓപ്ഷൻ ഡി ആണ്. 44 ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി സമീപകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ബയോ ഇന്ധനങ്ങളിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത്? 44 ഓപ്ഷൻ ബി എഥനോൾ ആണ്. 45 ആധുനിക സിദ്ധാന്തമനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകളെ അറിയപ്പെടുന്നത്? 45 ഓപ്ഷൻ ബി ഓർബിറ്റൽ. 45 ഓർബിറ്റൽ ബി ആണ്. 46 ചുവടെ തന്നിരിക്കുന്ന കവികളിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയവർ ആരെല്ലാം? 46 ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം 4ഉമാണ്. ജി ശങ്കരക്കുറുപ്പ്, ONV കുറുപ്പ്, അക്കിത്തം. അടുത്തത് 47ാമത്തെ ചോദ്യം. ജാതി ചേർക്കുന്നില്ല എന്ന് തുടങ്ങുന്ന വരികൾ ഈ വരികൾ ആരോടാണ് അല്ലേ? ദാഹജലം ചോദിച്ചത് ആരോടാണ്? 47 ബി ആനന്ദൻ മാതങ്കിയോട്. 48 മലയാള ചെറുകഥകളും അവയുടെ ചലച്ചിത്രാവിഷ്കാരവുമാണ് ചുവടെ ചേർക്കുന്നത്. ശരിയായവ 48 ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 3ഉമാണ് ശരി. 1ഉം 2ഉം 3ഉം ശരിയാണ്. സൈബർ ലോകം പ്രമേയമാക്കി നൃത്തം എന്ന നോവൽ രചിച്ചത്? 49 ഓപ്ഷൻ സി ആണ്. M മുകുന്ദനാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 50 മലയാള സാഹിത്യകാരനും ഗവേഷകനുമായ വെള്ളായണി അർജുനനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 50 ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം 4ഉമാണ്. ഇനി മാത്സിൻ്റേത് ഞാൻ ആൻസർ മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുന്നില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പറും ആൻസറും പറയാം. 51 ഓപ്ഷൻ ബി ആണ് ശരി. 51 ഓപ്ഷൻ ബി. 52 ഓപ്ഷൻ എ ആണ്. മണിക്കൂറിൽ 90 കിലോമീറ്റർ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. 53 ഓപ്ഷൻ എ ആണ്. 54 ഒരു ഭിന്നസംഖ്യയുടെ 1/8 ഭാഗം 4 ഭിന്നസംഖ്യ ഏത്? 54 ഓപ്ഷൻ ഡി 32. 55 ഒരു തോട്ടത്തിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം 55ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 57. അടുത്തത് 55ൻ്റെ ഉത്തരം 57 ആണ്. അടുത്ത 56ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ്. 57 ഉത്തരം ഓപ്ഷൻ ഡി വ്യാഴമാണ്. 58ൻ്റെ ഉത്തരം ഓപ്ഷൻ സി 20. 59ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 84. 60ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 50 ശരിയായ ഉത്തരം.
61-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 62 ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 63 റോങ്ലി സ്പെൽറ്റ് വേർഡ് ഒണമാറ്റോപ്പിയയാണ് തെറ്റായ ഉത്തരം. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതാണ് തെറ്റായ വാക്ക് ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 64-ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കോൺസിക്യൂട്ടീവ്ലി ആണ്. 65 ഓപ്ഷൻ എ ആണ്, ദ ഫിയർ ഓഫ് മിറേഴ്സ് ആണ് 65. 66 ഓപ്ഷൻ ബി ആണ്, ഹാസിൻ്റെ ഹി ആണ്. 67 ഓപ്ഷൻ ഡി, ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് ആസ് വൺ തിങ്സ് ബെസ്റ്റ് ആണ് 67 ഓപ്ഷൻ ഡി. 68 ഓപ്ഷൻ സി ആണ്, നെസസറി ആണ് 68ൻ്റെ ഉത്തരം. 69 ഓപ്ഷൻ എ ആണ്, ഐ ഹാഡ് ലെഫ്റ്റ് ഹോം ബിഫോർ ഹി കെയിം ആണ് ശരിയായ ഉത്തരം 69. 70-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓവർ ആണ്. ഓക്കെ, ഇനി 71 മലയാളമാണ്. ശരിയായ പദപ്രയോഗം കണ്ടെത്തുക. ഓപ്ഷൻ സി സ്വാദിഷ്ടമാണ് ശരി. 72 ശരിയായ ഭാഷാപ്രയോഗം, അത് ഓപ്ഷൻ ഡി ആണ് ശരി. അടുത്തത് 73-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി വലിയ ഭാഗമാണ്. അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദം 74 ഓപ്ഷൻ ഡി ആണ്. അടുത്ത 75 സ്മരിക്കുക എന്ന പദത്തിൻ്റെ വിപരീത പദം 75ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, വിസ്മരിക്കുക. 76 വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതുക 76ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, വെൺ അധികം ചാമരം. 77 വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം 77ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിദുഷിയാണ്. 78 താഴെ പറയുന്നവയിൽ ബഹുവചനം അല്ലാത്തത് 78ൻ്റെ ഉത്തരം ഓപ്ഷൻ എ. 79 പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക, നിത്യാഭ്യാസി ആനയെ എടുക്കും. 80 ശോഭിച്ചവർ എന്നർത്ഥം വരുന്ന പദം ഏത്? 80ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ശുഭിതനാണ് ശോഭിച്ചവൻ എന്ന് അർത്ഥം വരുന്നത്. 81 താഴെ പറയുന്ന വസ്തുക്കളിൽ ഉൽപ്പന്നത്തിന് ഉദാഹരണമാകുന്ന വസ്തുവാണ് 2 മാത്രം, കർപ്പൂരം. LPGയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റഡ് എത്രയാണ്? 2% ഓപ്ഷൻ. LPG ലീക്ക് തിരിച്ചറിയുന്നതിന് ഗന്ധം നൽകുന്ന LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഓപ്ഷൻ എ ആണ്, ഈഥൈൽ മെർക്യാപ്റ്റൻ. അടുത്ത ചോദ്യം, ബ്ലേവ് എന്നതിൻ്റെ പൂർണ്ണ രൂപം BLEVE ഓപ്ഷൻ സി ആണ്. അടുത്ത 85 ഹൈഡ്രോളിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലെ പ്രവർത്തന തത്വം പാസ്കൽ നിയമമാണ്. 86 ഓപ്ഷൻ എ ആണ്, ട്രെം കാർഡാണ് ശരിയായ ഉത്തരം. 87 ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം 540 kcal/kg ആണ്. 88 ഡിസ്ചാർജ് ഹോൺ ഏതുതരം ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻ എ ആണ്, 2 മാത്രമാണ്. മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്, 38°C. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ കെ ഓപ്ഷൻ സി ആണ്. 91 പ്രഥമ ശുശ്രൂഷിക്കുന്നത് ഓപ്ഷൻ ബി, കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ ആണ്, ഓപ്ഷൻ ബി ആണ്. 92 താഴെ പറയുന്ന എമർജൻസി ഹോർമോൺ ഏത്? ഓപ്ഷൻ എ അഡ്രിനാലിനാണ്. 93ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹീമോഗ്ലോബിൻ ആണ്. 94 ഓപ്ഷൻ ബി, ബന്ധപ്പെട്ട പ്രഷർ പോയിന്റുകളിൽ എന്നുള്ളതാണ് ഉത്തരം. 95 ഓപ്ഷൻ ഡി ആണ്, കാർബൺ മോണോക്സൈഡ്. 96 ഓപ്ഷൻ ബി 3 ശരിയായ ഉത്തരം. 97 താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷകൾ ചെയ്യരുതാത്തത് ഏതാണ്? ഓപ്ഷൻ 4 ആണ്, അതായത് എ. ഓപ്ഷൻ എ 4. 98 അസ്ഥിഭംഗത്തോടൊപ്പം അസ്ഥിമാംസപേശികൾക്കും ത്വക്കും ഭേദിച്ച് പുറത്തു വരുന്നത് വിഷമഭംഗമാണ്, ഓപ്ഷൻ ഡി ആണ്. 99 ഓപ്ഷൻ സി ആണ്, വകുപ്പ് 66F. 100 66D ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അപ്പം ഇത്രയുമാണ് നമ്മുടെ കോഡ് എ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സാണ് നോക്കിയത്. PSC പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സാണ് നോക്കിയത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും PSC റിലേറ്റഡുള്ള വീഡിയോസ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.